ബിരിയാണിക്ക് ശേഷം നമ്മൾ കുടിക്കുന്ന സുലൈമാനിയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രീയ വശങ്ങളുടെ ഒരു ലഘുവിവരണമാണ് ഇന്നത്തെ എപ്പിസോഡ്. ഒരു പിടി തലശ്ശേരി ബിരിയാണിയൊക്കെ തട്ടിയ ശേഷം ഈ കൊഴുപ്പൊക്കെ അലിയിച്ചു കളയാമെന്ന് കരുതി നമ്മൾ കുടിക്കുന്ന ഒരു ഗ്ലാസ് ചൂട് സുലൈമാനിക്ക് പിന്നിലെ യഥാർത്ഥ ശാസ്ത്രം എന്താണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒന്നാമതായി ഇതിലെ നാരങ്ങയുടെ കാര്യം തന്നെ എടുക്കാം. നാരങ്ങയിലെ സിട്രിക് ആസിഡും ചായയും കൂടെ ചേർന്നാൽ കൊഴുപ്പങ്ങ് ഉരുകിപ്പോകുമെന്നൊക്കെ നമ്മൾ വിചാരിക്കുമെങ്കിലും സത്യത്തിൽ അതൊരു തെറ്റിദ്ധാരണ മാത്രമാണ് കേട്ടോ. കാരണം കൊഴുപ്പലിയിക്കാനുള്ള എൻസൈമുകളൊന്നും ഇതിലില്ല. പിന്നെ എന്താണ് സംഭവിക്കുന്നത്? നാരങ്ങ നമ്മുടെ ആമാശയത്തിലെ സ്രവങ്ങൾ കൂട്ടിയിട്ട് ഭക്ഷണം വേഗത്തിൽ താഴേക്കിറങ്ങാൻ സഹായിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു വലിയ ട്രാഫിക് ബ്ലോക്കിൽ വണ്ടികളെ വേഗത്തിൽ പറഞ്ഞുവിടുന്ന ഒരു ട്രാഫിക് പോലീസിനെ പോലെയാണ് നാരങ്ങ ഇവിടെ പ്രവർത്തിക്കുന്നത്. അല്ലാതെ വണ്ടികളെ മാന്ത്രികമായി ഇല്ലാതാക്കുകയല്ല. രണ്ടാമതായി കട്ടൻ ചായയുടെ റോൾ എന്താണെന്ന് നോക്കാം. കട്ടൻ ചായയിലുള്ള പോളിഫെനോളുകൾ എന്ന ആന്റി ഓക്സിഡന്റുകൾ കൊഴുപ്പ് ദഹിപ്പിക്കുന്നതിനു പകരം പാൻക്രിയാറ്റിക് ലൈപ്പേസ് എന്ന എൻസൈമിന്റെ പണിയങ്ങ് തടയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, അതായത് സുലൈമാനി കൊഴുപ്പലിയിക്കുകയല്ല, മറിച്ച് ശരീരം കൊഴുപ്പ് വലിച്ചെടുക്കുന്നത് പതുക്കിയാക്കുകയാണോ ചെയ്യുന്നതെന്ന്. അല്ലേ? അതെ, അതാണ് സത്യം. ഇത് കൊഴുപ്പ് പെട്ടെന്ന് രക്തത്തിൽ കലരുന്നത് കുറയ്ക്കും. അവസാനമായി ഇതിലെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ മാജിക് കൂടെ പറയാം. ഏലയ്ക്ക, ഗ്രാമ്പൂ, ഇഞ്ചി തുടങ്ങിയവ കുടലിന്റെ ചലനം വർദ്ധിപ്പിക്കുകയും ഗ്യാസ്, വയർവീർപ്പ് എന്നിവയൊക്കെ കുറയ്ക്കുകയും ചെയ്യും. ഈ സമയത്ത് കൊഴുപ്പലിഞ്ഞിട്ടല്ല, മറിച്ച് വയറ്റിലെ ഈ ദഹനപ്രക്രിയ സുഗമമാകുന്നതുകൊണ്ടാണ് ബിരിയാണിക്ക് ശേഷം നമുക്ക് അത്രയും ആശ്വാസം തോന്നുന്നത്. ചുരുക്കത്തിൽ സുലൈമാനി ഒറ്റയടിക്ക് കൊഴുപ്പലിയിക്കുന്ന ഒരു മാന്ത്രിക പാനീയമൊന്നുമല്ലെങ്കിലും വയറിന്റെ ഭാരം കുറയ്ക്കാനും ദഹനം എളുപ്പമാക്കാനും സഹായിക്കുന്ന കിടിലൻ ഒരു ശാസ്ത്രീയ കൂട്ടാണ്.